ഹലോ, അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു സ്ട്രൈറ്റ് പാൻ്റാണ് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് പാൻ്റാണ് തയ്ക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ മേളിൽ ഒരു 2.5 ഇഞ്ച് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. പിന്നെ അടി മടക്കി അടിക്കാനുള്ള ഒരു ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ മേളിൽ മാർക്ക് ചെയ്ത് ഹിപ്പ് ബൈ 4 ആണ് കേട്ടോ. പിന്നെ ഒരു തയ്യൽ തുമ്പും കൊടുത്തു. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് ക്രോച്ച് ഏരിയ ആണ് കേട്ടോ. ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോച്ച് ലൂസും മാർക്ക് ചെയ്ത് അവിടെ ചെറിയൊരു കർവ് പോലെ കൊടുത്തു. പിന്നെ താഴേക്ക് നമ്മുടെ ആംഗിൾ റൗണ്ടിൻ്റെ മെഷർമെൻറ്റും കൂടി നമ്മൾ മാർക്ക് ചെയ്തു. പാൻറ്റ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കേട്ടോ. വരച്ച് കഴിഞ്ഞ് ചെറിയൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഒരു സ്ട്രൈറ്റ് പാൻ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ക്രോച്ച് ഏരിയ ഒക്കെ കട്ട് ചെയ്തു, ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അടുത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് എത്തി. അപ്പോൾ ടോട്ടൽ 4 പീസാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോച്ച് ഏരിയ ആണ് കേട്ടോ. 2 പീസ് എടുത്ത് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത് 2 പീസ് എടുത്ത് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് 2 സൈഡും സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ താഴേക്കുള്ളതും കൂടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പാൻറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടി നമ്മൾ മടക്കി അടിച്ചു. ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ വീണ്ടും ഒന്ന് മടക്കി അടിച്ചേക്കുന്നത്. നമുക്ക് ക്ലോത്ത് ഉള്ള പോലെ നമുക്ക് ഇവിടെ കട്ടിക്ക് വേണ്ടി നമുക്ക് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു 1.5 ഇഞ്ച് മടക്കി അടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യാൻ കേട്ടോ. ക്രോച്ച് ലൂസിൻ്റെ അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ താഴത്തെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് മേളിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 2.5 ഇഞ്ച് വെടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇലാസ്റ്റിക് വരുന്നത്. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക്കും അടിച്ച് പിന്നെ ഈ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സെൻറ്ററിലും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഇത്രേ ഉള്ളൂ, നമുക്ക് പാൻറ്റ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരെണ്ണം സെയിം കസ്റ്റമർക്ക് വേണ്ടി തന്നെ 2 പാൻറ്റാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.